അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ താരീഖിൻ്റെ 2ാമത്തെ പാഠം. അദ്ദർസു സാനി, പാഠം 2, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. അതാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. പാഠഭാഗത്തിലൂടെയുള്ള വിഷയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അതിൽ നിന്നായിരിക്കാം തദ്രീബാത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതലുണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. പാഠഭാഗം നന്നായി ശ്രദ്ധിക്കുക. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒരു ചാർട്ട് പോലെ നമുക്ക് കാണാൻ കഴിയും. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില വിശേഷണങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഭരണകാലം ഹിജറ 11 മുതൽ 13 വരെയാണ്. അതായത് 2 വർഷം 3 മാസം 8 ദിവസം. ഇതായിരുന്നു ഭരണകാലം. ഹിജറ 11 മുതൽ 13 വരെയുള്ള കാലയളവിൽ 2 വർഷവും 3 മാസവും 8 ദിവസവുമാണ് ഭരണകാലം. പ്രധാന നേട്ടങ്ങൾ: 1. ഖുർആൻ സമാഹരണം. ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കി സമാഹരിച്ചു. സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം. സക്കാത്ത് നിഷേധികൾ ഉണ്ടായപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടം നടത്തി. 3. കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. അദ്ദേഹത്തിൻ്റെ കാലത്ത് വന്ന ഒരുപാട് കള്ളപ്രവാചകന്മാർ, അവർക്കെതിരെയുള്ള ഒരു പ്രതിരോധം അദ്ദേഹമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജറ 13 ജുമാദുൽ ആഖിറ 22 അഥവാ ക്രിസ്താബ്ദം 634 അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഉണ്ടായത്. മഖബറ. അദ്ദേഹത്തിൻ്റെ മഖബറ നിലകൊള്ളുന്നത് നബിയുടെ ഖബറിൻ്റെ തൊട്ടടുത്ത് ഹുജറത്തു ഷെരീഫയിലാണ്. നബിയുടെ ഖബറിൻ്റെ തൊട്ടടുത്ത് ഹുജറത്തു ഷെരീഫയിലാണ് അദ്ദേഹത്തിൻ്റെ മഖബറ സ്ഥിതി ചെയ്യുന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കുറഞ്ഞ കാലമായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിമുകളുടെ നേതാവാവുക എന്ന വലിയ ഉത്തരവാദിത്തം അവർ ഫലപ്രദമായി നിർവഹിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നബിക്ക് ശേഷമുള്ള ഭരണമേറ്റെടുത്തത്. അപ്പോൾ നബിക്ക് ശേഷമുള്ള ആദ്യത്തെ ഭരണം, ആ മുസ്ലിങ്ങളുടെ നേതാവ് എന്നീ രൂപത്തിലൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം ശരിയായ രൂപത്തിൽ അതൊക്കെ നിർവഹിച്ചു. അക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ ഭിന്നതകളും അതേപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും പല തർക്കങ്ങളും വന്നിരുന്നു. അതെല്ലാം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതിന് പ്രധാന ഭരണ നേട്ടം നോക്കാം നമുക്ക്. ഖുർആൻ സമാഹരണം. ഖുർആൻ അദ്ദേഹമാണ് സമാഹരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ സമാഹരിച്ചുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു നേട്ടമായിട്ട് ലോക ജനത കാണുന്നത്. ഹിജറ 12ാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളുകൾ ഷഹീദായി. അതിനാൽ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സമാഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുകയോ എന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും ഒടുവിൽ അവർക്കും അതിൻ്റെ അനിവാര്യത ബോധ്യമായി. തുടർന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. മുർത്തദ്ദുകൾക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഇനി പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം ചില ഗോത്രങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദ്ദുകളായി. ചിലർ കള്ളപ്രവാചകന്മാരെ പിന്തുടർന്നു. മറ്റു ചിലർ സക്കാത്ത് നിഷേധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരമായ സൈനിക നടപടിയിലൂടെ അവരെ പരാജയപ്പെടുത്തി.
ഇതോടെ പല മുർത്തദുകളും തിരിച്ചു വന്നു. സക്കാത്ത് നിഷേധികൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്മാറി. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ വിഷയം അവിടെ നടന്നു. ഇനി കള്ളപ്രവാചകന്മാരോടുള്ള പോരാട്ടം. കള്ളപ്രവാചകന്മാരോട് ഏത് രൂപത്തിൽ പോരാടി എന്നുള്ള രൂപം നോക്കുക. അവസാനത്തെ പ്രവാചകരാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു. മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹത്ത്, അസ്വദുൽ അനസി, സജാഹ് തുടങ്ങിയവർ അവരിൽ പ്രധാനികളായിരുന്നു. അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോരാട്ടം നടത്തി വിജയിച്ചു. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ നേതൃത്വത്തിൽ യമാമയിൽ വെച്ച് നടന്ന യുദ്ധം ഇതിൽ പ്രസിദ്ധമാണ്. പിൻഗാമിയായി ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം പിൻഗാമിയായി വന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഖിലാഫത്തിൻ്റെ അവസാന കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. പല പ്രമുഖരായ സ്വഹാബികളെയും അരികിലേക്ക് വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തേടി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എൻ്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരിക്കും ഖലീഫ. നിങ്ങൾ അദ്ദേഹത്തിന് വഴിപ്പെടണം. നമുക്ക് പാഠഭാഗത്തിൽ തന്നെ വന്ന ചില അറബി പദങ്ങൾ നോക്കാം. മുർത്തദ്, മുസ്ലിമായ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർ. മുസ്ലിമായ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർ. ഹാഫിളുകൾ, വിശുദ്ധ ഖുർആൻ മനപാഠമാക്കിയവർ. ഹാഫിളുകൾ, വിശുദ്ധ ഖുർആൻ മനപാഠമാക്കിയവർ. തദ്രീബാത്തിലേക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് എത്ര വർഷമായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് എത്ര വർഷമായിരുന്നു? ഉത്തരം 2 വർഷം 3 മാസം 8 ദിവസം. 2 വർഷം 3 മാസം 8 ദിവസം. ചോദ്യം 2. ഖുർആൻ സമാഹരിക്കാൻ ഖലീഫ നിയോഗിച്ച സ്വഹാബി ആരാണ്? ഖുർആൻ സമാഹരിക്കാൻ ഖലീഫ നിയോഗിച്ച സ്വഹാബി ആരാണ്? ഉത്തരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആര്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ചോദ്യം 1. യമാമ യുദ്ധത്തിൽ പല ഡേഷ് ഇവിടെ ചേർക്കേണ്ട ഭാഗവും നമുക്കിതാക്കാം. ശരിയായ ഭാഗം തന്നെ നമുക്ക് നോക്കാം. യമാമ യുദ്ധത്തിൽ പല ഹാഫിളുകളും ഷഹീദായി. യമാമ യുദ്ധത്തിൽ പല ഹാഫിളുകളും ഷഹീദായി. 2. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിൻ്റെ നായകൻ ഖാലിദ് ഇബ്നുൽ വലീദ് ആയിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിൽ നായകൻ ഖാലിദ് ഇബ്നുൽ വലീദ് ആയിരുന്നു. ചോദ്യം 3. പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഗ്രൂപ്പുകളായി ചർച്ച ചെയ്യുക എന്നതാണ്. ഖുർആൻ സമാഹരണം എന്തുകൊണ്ട് അനിവാര്യമായി? നേരത്തെ നമ്മൾ പറഞ്ഞു, ഖിലാഫത്തിൻ്റെ അവസാന കാലത്ത് പ്രധാന ഭരണ നേട്ടങ്ങളിൽ ഒന്നാമതായി പറഞ്ഞതാണ് ഖുർആൻ സമാഹരണം. ഹിജറ 12-ാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളുകൾ ഷഹീദായി. അതിനാൽ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സമാഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും ഒടുവിൽ അവർക്കും അതിൻ്റെ അനിവാര്യത ബോധ്യമായി. തുടർന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടത്തുകയും ചെയ്തു. നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാം.
അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.